ഡോക്ടറെ നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കൈവിരൽ അറ്റ് പോയാലും നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. ഈ കൈവിരലെ നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയി, നമുക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വരുമ്പോൾ പകരം ഒരു വിരൽ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ? അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതെങ്ങനെയും അത് ഹീലാക്കുക എന്നുള്ളതാണ്. അതായത് മുറിവിനെ ഹീലാക്കിയതിന് ആ സ്റ്റമ്പിനെ നമുക്ക് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടാം. അതൊന്നെങ്കിൽ നമുക്ക് മൈക്രോവാസ്കുലർ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടോയിലെ ഏതെങ്കിലും ഒരു ടോ എടുത്തിട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. ടോ ട്രാൻസ്ഫർ എന്ന് അതിന് പറയുന്ന പ്രൊസീജിയറിന്റെ ഏതെങ്കിലും എവിടെന്നെങ്കിലും ഒരു വിരൽ വേണമല്ലോ, നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഇൻ കേസ് നിങ്ങൾക്കാണെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ വിരലിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓസ്റ്റിയോപ്ലാസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിനൊന്നും വലിയ ഫങ്ഷണൽ അപ്പിയറൻസ് ഇല്ല, ചുമ്മാ ജസ്റ്റ് നമുക്ക് കോസ്മെറ്റിക് ആയിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു വിരൽ ഉണ്ടാക്കി കൊടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൺ ഗ്രാഫ്റ്റ് വെച്ച് അതിന്റെ ലെങ്ത് കൂട്ടിയതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഇടുപ്പിൽ നിന്നോ അല്ലെങ്കിൽ കക്ഷത്തിന്റെ അടിയിൽ നിന്ന് ഫ്ലാപ്പ് വെച്ച് സിലിണ്ടറിക്കൽ ഒരു ഫ്ലാപ്പ് ഉണ്ടാക്കി അത് പിന്നെ ഒരു 2 weeks 3 weeks കഴിയുമ്പോൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതൊരു റൗണ്ടഡ് വിരലിലെ ഇത് കൊടുക്കാം. പക്ഷെ അതിനൊന്നും ഫങ്ഷണൽ ഇതില്ല. ഈ ടോ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ഫങ്ഷൻ ഓൾസോ. ഫങ്ഷൻ എന്ന് വെച്ചാൽ നിയർ നോർമൽ ഫങ്ഷൻ. ടോ ട്രാൻസ്ഫർ നമ്മളെ തമ്പ് പോയാലും ആ ഒരു മൂവ്മെന്റ് നമുക്ക് വേറെ ഒരു വിരൽ കൊണ്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മൂവ്മെന്റ് കിട്ടും.